മാമിന് ഇപ്പോൾ എന്താ പറയുക ഒരുപാട് ഫാഷൻ ഡിസൈനറായിട്ടൊക്കെ ഒരുപാട് കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലും. അപ്പോൾ മാമിനൊരു ഐഡിയ ഉണ്ടാവും, ഓക്കെ ഈ ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും, ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും, നമുക്കൊരു കസ്റ്റമർ അറിയാൻ പറ്റൂലേ, അങ്ങനെ ഒരു ട്രെൻഡ് കൊണ്ടുവരാറുണ്ടോ? നമുക്ക് നമ്മുടേതായിട്ടുള്ള നമുക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. എല്ലാ വീക്കിലും നമ്മൾ 2-3 ഡിസൈൻസ് നമ്മൾ പുതുതായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വീക്കിലും നമ്മുടേതായിട്ടുള്ള നമ്മുടെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് പക്ഷെ നമ്മൾ ലിമിറ്റഡ് കസ്റ്റമേഴ്സിലോട്ടെ തൽക്കാലം എത്തിക്കുന്നുള്ളൂ. കാരണം നമുക്കൊരു വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം കുറച്ച് ഹൈ റേഞ്ച് ആണ്. കാരണം നമ്മൾ ഇൻഡിവിജ്വലി ഓരോ കസ്റ്റമേഴ്സിനായിട്ട് ചെയ്യുന്നതാണ്, കസ്റ്റമൈസ്ഡ് ആണ്. അപ്പോൾ അതിന്റെ ഡ്യൂപ്പ് പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യും, വളരെ റേറ്റ് കുറച്ചിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതൊക്കെ എൻ്റെ ഓൺ ഡിസൈൻ ആണ്. ഇത് നമ്മൾ ഇത് നമ്മുടെ യൂണിറ്റിൽ തന്നെ വർക്ക് ചെയ്തൊക്കെ എടുത്തതാണ്. അപ്പം അങ്ങനെ ധാരാളം ഡിസൈൻസ് എല്ലാ വീക്കിലും കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ ശൈലി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് സെല്ല് ചെയ്തേക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ അതിൻ്റെ ഒരു ഫോട്ടോ എന്തെങ്കിലും കാണിച്ചിട്ട് ഇതേപോലെ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും ഒരു കസ്റ്റമറിന്, പിന്നെ ചെയ്തു കൊടുക്കും.